and Paul Bert and welcome to this video. കഴിഞ്ഞൊരു വീഡിയോൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് വെബ്ക്യാമിൻ്റെ കാശ് ലാഭിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും പഴയ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഒരു വെബ്ക്യാം ആക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിന് ഡ്രോയിഡ് ക്യാം OBS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ, ഒരു ആപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്രൊഫഷണൽ വേർഷൻ നമുക്ക് ഡ്രോയിഡ് ക്യാമിൻ്റെ വാങ്ങാനായിട്ട് ഒരു 550 രൂപ മുടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ് ഈ 550 രൂപയും എങ്ങനെ ലാഭിക്കുക എന്നുള്ളത്. അപ്പോൾ ആ 550 രൂപ ലാഭിക്കാൻ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്കൊരു അടിപൊളി വെബ്ക്യാം നമുക്ക് ഇന്ന് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. ശരി, ഇതിനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിനകത്ത്, നമ്മൾ ക്യാമറ ആക്കാൻ പോകുന്ന മൊബൈലിനകത്ത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആപ്പിൻ്റെ പേര് IPWebcam എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ആപ്പ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. IPWebcam എടുത്തു. അപ്പോൾ എടുക്കുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ കുറേ സെറ്റിങ്സ് ഒക്കെ ഇങ്ങനെ കാണാം. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും അവസാനം പോയി സ്റ്റാർട്ട് സെർവർ കൊടുത്താൽ മാത്രം മതി. സ്റ്റാർട്ട് സെർവർ കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ നമ്മളുടെ ക്യാമറയിൽ നമ്മുടെ മൊബൈലിനകത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ മൊബൈൽ ക്യാമറ ഇങ്ങനെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യാനൊക്കെ സാധിക്കും, നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഫോക്കസൊക്കെ ഓട്ടോ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തെടുത്തോളും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെയൊക്കെ കുറേ സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഡ്രോയിഡ് ക്യാം OBS പോലെയല്ല, കുറച്ചുകൂടെ കൂടുതൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് IPWebcam Pro എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ IPWebcamൻ്റെ പ്രൊഫഷണൽ ലൈസൻസ് ഒന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ വാട്ടർമാർക്കും കാര്യങ്ങളൊന്നും ഇതിനില്ല. അതാണ് ഇതിൻ്റെ ഗുണം. വാട്ടർമാർക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എങ്ങനെ ഡാറ്റ നമ്മളുടെ OBSൽ കൊണ്ടുവരാന്നുള്ളത് അതൊരു ചെറിയ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വീഡിയോ ക്യാപ്ചർ എന്ന് പറഞ്ഞ സോഴ്സുകൾ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുക. എന്നിട്ട് അവിടെ പോയിട്ട് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ബ്രൗസർ സോഴ്സ്. ആ ബ്രൗസർ സോഴ്സ് എടുത്തിട്ട് നമ്മൾ അതിനൊരു പേര് കൊടുക്കുക, എന്തെങ്കിലും പേര് കൊടുക്കുക. എന്താണ് IPWebcam കൊടുക്കുക, IPCam അങ്ങനെ ഒരു പേരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുത്ത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൗസർ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫയർഫോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രൗസറിൻ്റെ അകത്ത് വരുന്ന ആ URL നമുക്കൊരു സോഴ്സായിട്ട് എടുക്കാം. അതായത് ഏതെങ്കിലും വെബ് പേജ് നമുക്ക് കാണിക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ IPWebcamൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ഡാറ്റ, ഈ വീഡിയോ ഡാറ്റ ഈവൻ IP വഴി സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കും. അത് എവിടെയാണെന്ന് വെച്ചാൽ ഈ താഴത്ത് കാണുന്നതാണ് ഈ പറഞ്ഞ IP അഡ്രസ്സും അതിൻ്റെ പോർട്ട് നമ്പറും. ഇപ്പോൾ 192.168 എന്നൊക്കെ പറഞ്ഞ താഴെ കാണുന്നില്ലേ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ആ സംഭവം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ http:// ഈ അഡ്രസ്സ് അങ്ങ് അടിച്ചു കൊടുക്കും. 192.168.18. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സംഭവമായിരിക്കും. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്ക് ഈ അഡ്രസ്സൊക്കെ വരിക. അപ്പോൾ എന്താണ് ഈ താഴത്തെ ഈ ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന ആ അഡ്രസ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 228.8080 അത് പോർട്ട് നമ്പറാണ്, 8080 എന്ന് പറയുന്നത്. എന്നിട്ട് സ്ലാഷ് ഇടുക. അതിൻ്റെ കൂടെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, വീഡിയോ. അങ്ങനെ വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത്രയും കൊടുത്തതിന് ശേഷം നമ്മുടെ റെസൊല്യൂഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഞാൻ ഫുൾ HD വിഡ്ത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1920, ഹൈറ്റ് 1080. അപ്പോൾ ഫുൾ HD ആയി. ഫുൾ HD റെസൊല്യൂഷനിൽ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, നമ്മളത് കൊടുക്കുകയാണ്. സംഭവം റെഡിയായി. ഇത്രയേ ഉള്ളൂ. എന്താ ഇതിൽ പ്രത്യേകിച്ച് ഒരു ഡിലേ, ലേറ്റൻസി അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. ഈ സംഭവം നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റിയിലാണ് നമുക്ക് ഈ സംഭവം കിട്ടണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വേണ്ട ഞാൻ അപ്പോൾ വീണ്ടും ഇങ്ങനെ നമുക്ക് ഒരു സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റിങ്സ് നമുക്ക് നോക്കാം, സെറ്റിങ്സ് എങ്ങനെയൊക്കെ വരുന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കണക്ട് ചെയ്തെന്നിരിക്കട്ടെ. ഇപ്പോൾ സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ ഓക്കെ, സ്റ്റോപ്പ് കൊടുത്ത് ഡിസ്കണക്റ്റ് ആയി. അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രീസായിട്ട് നമ്മളുടെ OBSൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ ഇത് ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് കൊടുത്താൽ അപ്പോൾ തന്നെ ആൾ വീണ്ടും റെഡി ആയിക്കോളും. ഇനി ഇതിൻ്റെ അകത്ത് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ സെറ്റിങ്സ് ആണോ ഉള്ളതെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. വീഡിയോ പ്രിഫറൻസ് ആദ്യം എടുക്കുക. വീഡിയോ പ്രിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിങ് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, എന്ത് ഫോർമാറ്റാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ളത്.
അപ്പോൾ അത് ഓക്കെ. പിന്നെ ഏത് ക്യാമറയുടെ സെറ്റിങ്സ് ഒക്കെയാണ്, മെയിൻ ക്യാമറ ഏതാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളതിൻ്റെ സെറ്റിങ്സാണ്. വീഡിയോ റെസൊല്യൂഷൻ ഇവിടെ ചോദിക്കേണ്ടത്, അത് നമുക്ക് ഏത് റെസൊല്യൂഷൻ വേണോ അത് കൊടുക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി എന്ന് പറയുന്ന സെറ്റിങ്സ് ഉണ്ട്. ആ ക്വാളിറ്റി എന്ന് പറയുന്ന സെറ്റിങ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ക്വാളിറ്റി, അതായത് 66 എന്ന് പറയുന്ന നമ്പർ ആണ് ക്വാളിറ്റിക്ക് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ഇത്. അതായത് ക്വാളിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നെറ്റ്വർക്ക് വഴിയുള്ള വൈഫൈ നെറ്റ്വർക്ക് വഴിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് നോക്കി കണ്ടൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിംസ് പെർ സെക്കൻഡ്, അതിൻ്റെ FPS ഫ്രെയിം റേറ്റ് അത് 30, അത് അവൻ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. യുവർ ക്യാമറ സപ്പോർട്ട്സ് മാക്സിമം 30 ഫ്രെയിംസ് പെർ സെക്കൻഡ്. അത് പ്രത്യേകിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ആൻറ്റി ബാൻഡിങ് അത് 50 ഹേർട്സ് ആക്കണം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞാൽ പല പല സെറ്റിങ്സ് ഉണ്ട്. ഓരോന്നും ഇടുമ്പോഴത്തേക്കും ഫോക്കസിങ് പല രീതിയിലായിരിക്കും. ഇപ്പോൾ ചില സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ഫോക്കസിങ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ക്യാമറ ഒരു സ്ഥലത്ത് മൗണ്ട് ചെയ്തിട്ട് നമ്മളാരും ഒന്നും അനങ്ങണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാമറ അവിടെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഫോക്കസ് ആയിരിക്കും. അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓട്ടോ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിങ്ങനെ ഓടിച്ച് കിടന്ന് ക്യാമറയിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ മൂവിങ് ആണ് നമ്മുടെ ക്യാമറ എന്നുണ്ടെങ്കിൽ, വീഡിയോ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ഫോർ റെക്കോർഡിംഗ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതും സ്മൂത്ത് ഫോർ റെക്കോർഡിംഗ് വീഡിയോ എന്നുള്ള ആ ഒരു സംഭവമാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. പിന്നെ മാനുവൽ മോഡുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മോഡ്സ്, ഫോക്കസ് മോഡൊക്കെ ഉണ്ട്. അത് വളരെ ഉപകാരപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഈ സീൻ മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പല പല സീൻസിൻ്റെ മോഡുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ ലൈറ്റിങ്ങും ആ എഫക്റ്റുകളൊക്കെ കുറേ മാറും. പിന്നെ വൈറ്റ് ബാലൻസും ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്പോഷർ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ 550 രൂപയും കൂടി ലാഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് നല്ല അടിപൊളി വെബ്കാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം. ബൈ.